ഒറ്റക്കെട്ടായിട്ടല്ലേ രാജീവ് ചന്ദ്രശേഖരനെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ബി ജെ പിയുടെ നേതാക്കന്മാർ നോമിനേറ്റ് ചെയ്തിരിക്കുന്നത്. ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ഒരു അപശബ്ദം പോലും ഇല്ലാതെ എല്ലാവരും കൂടെ ഒപ്പിട്ടാണ് അദ്ദേഹത്തിന്റെ നോമിനേഷൻ വരണാധികാരികൾക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഓരോ കാര്യങ്ങളിലൊക്കെ ഇഷ്ടങ്ങളും അനിഷ്ടങ്ങളും ഒക്കെ ഏത് പാർട്ടിയിലും കാണും. അത് ബി ജെ പിയിലും ഉണ്ട്. അതൊന്നും ആരും ഇല്ലെന്ന് ആരും പറഞ്ഞിട്ടില്ല, ആരും പറയത്തുമില്ല. പക്ഷെ അതൊന്നും ഒരു സംഘടന എന്ന നിലയിൽ ഒരു രീതിയിൽ ഒരിക്കലും അതിനെ ബാധിച്ചിട്ടില്ല. ബി ജെ പിയുടെ നേതൃത്വത്തെ തിരഞ്ഞെടുക്കുന്നതിനോ അല്ലെങ്കിൽ സംഘടനാപരമായ തീരുമാനങ്ങൾ എടുക്കുന്നതിനോ പരിപാടികൾ ആസൂത്രണം ചെയ്യുന്നതിനോ ഒന്നും ഒരു കാരണവശാലും വ്യക്തി താല്പര്യങ്ങളോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും ഗ്രൂപ്പ് എന്ന് പറയുന്ന ആ ഒരു ഏതൊരു ഒരു സംഘത്തിന്റെയോ ഒന്നും സ്വാധീനമോ സമ്മർദ്ദമോ ഒന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതൊക്കെ അതാത് കാലഘട്ടത്തിൽ നേതൃത്വം എന്താണോ ആഗ്രഹിക്കുന്നത്, അല്ലെ നേതൃത്വത്തിന്റെ ദിശ എന്താണോ അതനുസരിച്ചുള്ള കാര്യങ്ങൾ നീക്കും. അതാണ് ബി ജെ പിയുടെ സംഘടനാ സംവിധാനം. അത് ദേശീയ നേതൃത്വവും അതുപോലെ തന്നെ സംസ്ഥാന നേതൃത്വവും ജില്ലാ നേതൃത്വവും ഒക്കെ ഒരു ഐഡിയോളജിയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുമ്പോൾ ആ ആശയഗതിക്ക് അനുസരിച്ചുള്ള കാര്യങ്ങൾ തീരുമാനിക്കാൻ പ്രത്യേകം ക്ലാസ് ഒന്നും ആ നേതൃത്വത്തിൽ ഇരിക്കുന്നവർക്ക് കൊടുക്കണ്ട. അങ്ങനെയുള്ളവരാണ് ഇത്ര നാളും ബി ജെ പിയെ നയിച്ചത്. ഇനിയും നയിക്കാൻ പോകുന്ന രാജീവ് ചന്ദ്രശേഖരനും ആ ഫ്രെയിമിൽ കൂടെ മാത്രമേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അദ്ദേഹത്തിന്റെ എക്സ്ട്രാ കഴിവുകൾ പാർട്ടിക്ക് എങ്ങനെയൊക്കെ ഗുണം ചെയ്യുമെന്നുള്ളതാണ് പാർട്ടി നേതൃത്വം ആലോചിക്കുന്നത്. അത് വിലയിരുത്തിയപ്പോൾ എന്തായിരിക്കും നല്ല ഗുണം ചെയ്യും. ഇപ്പോഴത്തെ പ്രത്യേകിച്ച് സാഹചര്യത്തിൽ ഈ പറഞ്ഞ പോലെ മുന്നണി രാഷ്ട്രീയത്തിൽ പൊറുതിമുട്ടിയ അല്ല മടുത്ത് നിൽക്കുന്ന കേരള സമൂഹത്തിന് ഒരു പുതിയ രാഷ്ട്രീയ കൾച്ചർ അല്ലെങ്കിൽ പുതിയ ഒരു രാഷ്ട്രീയ രീതി നമുക്ക് പരിചയപ്പെടുത്താൻ രാജീവ് ചന്ദ്രശേഖരന് കഴിയും. അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ അദ്ദേഹം തിരുവനന്തപുരം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിൽ കാണിച്ച ഒരു മുന്നേറ്റം തന്നെയാണ്. വളരെ കേരളീയനല്ല, മലയാളിയല്ല, മലയാളം സംസാരിക്കാൻ അറിഞ്ഞുകൂടാ, അദ്ദേഹം രാഷ്ട്രീയക്കാരനല്ല, കേരളത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം ചെയ്തിട്ടില്ല, ബൂത്തിൽ പോയിട്ടില്ല എന്നൊക്കെ പറഞ്ഞായിരുന്നു അന്ന് തിരുവനന്തപുരത്ത് അദ്ദേഹത്തെ ആക്ഷേപിച്ചത്. പക്ഷേ ഇതൊക്കെ വർഷങ്ങളോളം ചെയ്യുന്ന എതിർ സ്ഥാനാർത്ഥികളെ ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയെക്കാളും എത്ര എത്ര കൂടുതൽ വോട്ടും കൂടുതൽ സ്വാധീനം അദ്ദേഹം ഉണ്ടാക്കി. സ്വാഭാവികം ചെറിയ വോട്ടിന് ശശി തരൂർ ജയിച്ചു എന്നുള്ളത് വേറൊരു രാഷ്ട്രീയം. അത് കേരളത്തിലെ പ്രത്യേകിച്ച് രാഷ്ട്രീയത്തിന്റെ ഒരു പശ്ചാത്തലം നമുക്ക് എല്ലാവർക്കും എന്തുകൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് അത്രയും വലിയ മുന്നേറ്റം നടത്തിയിട്ടും അത്രയും വിഭാഗങ്ങളുടെയും പല മേഖലകളിൽ നിന്നും വോട്ട് സമാഹരിച്ചിട്ടും ജയിക്കാതെ പോയത് എന്നുള്ളത് നമുക്ക് പ്രത്യേകിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല, അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. പക്ഷേ ആ ഒരു ഹഡിലൂടെ ആ ഒരു തടസ്സങ്ങളുടെ ആ ജയത്തിലേക്കുള്ള എന്തൊക്കെയാണോ തടസ്സം അതുകൂടെ മാറ്റാൻ ഇനിയുള്ള പ്രസിഡന്റ് പദവിയിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കും. അത് സാധിക്കുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹത്തെ പ്രസിഡന്റ് ആക്കിയത്. പിന്നെ ഈ ബി ജെ പിയുടെ പ്രസിഡന്റുമാരെല്ലാവരും എന്താ ഒരു പർട്ടിക്കുലർ വയസ്സ് കഴിഞ്ഞുള്ളവരോ അല്ലെങ്കിൽ ഇത്ര വർഷം പ്രവർത്തന പാരമ്പര്യമുള്ളവരെന്നോ അല്ലെങ്കിൽ സീനിയോറിറ്റിയോ നോക്കിയൊന്നും അല്ല ബി ജെ പിയുടെ സംസ്ഥാന പ്രസിഡന്റിനെ ആയാലും ദേശീയ പ്രസിഡന്റിനെ ഒക്കെ ആക്കുന്നത്. അമിത്ഷാ 50 വയസ്സിന് മുമ്പ് പ്രസിഡന്റായി. ഈ ശ്രീ കാവല ശശികുമാർ പറഞ്ഞതുപോലെ ബി ജെ പിയുടെ ചരിത്രം പറഞ്ഞാൽ അദ്വാൻജിയെ പോലെ അല്ലെ അത് സംഘടനാപരമായിട്ട് ഒന്ന് നോക്കിയാൽ ചിലപ്പോൾ അതിൽ ഒരു പടിയുടെ മുന്നിൽ സക്സസ്ഫുൾ ആയ പ്രസിഡന്റ് എന്ന് പറഞ്ഞാൽ അമിത്ഷായാണ്. സംഘടനയെ വളരെ സജീവമാക്കിയ സംഘടനാ സംവിധാനത്തെ വളരെ ഊർജ്ജസ്വലമാക്കിയ ഒരു പ്രസിഡന്റാണ് അദ്ദേഹം. 50 വയസ്സിന് മുമ്പിൽ പ്രസിഡന്റ് ആകുമ്പം അദ്ദേഹത്തെക്കാളും സീനിയർ ആയിട്ടുള്ള എത്രയോ പേര് അന്ന് ദേശീയ രാഷ്ട്രീയത്തിൽ ബി ജെ പിക്ക് ഉണ്ടായിരുന്നു, എത്രയോ പേര്. അതുപോലെ നിതിൻ ഗഡ്കരി, നമ്മൾ മലയാളികൾക്ക് പോലും അറിയാൻ മേലാത്ത പേരായിരുന്നു നിതിൻ ഗഡ്കരി. പലരും ബി ജെ പിയുടെ ദേശീയ പ്രസിഡന്റ് ആയപ്പോഴാണ് ആ പേര് മറ്റുള്ളവർ അറിയുന്നത്. അദ്ദേഹം മഹാരാഷ്ട്രയിലെ ഒരു മന്ത്രി അല്ലെ പ്രാദേശികമായിട്ടൊരു നേതാവ് എന്നുള്ള രീതിയിലായിരുന്നു. അദ്ദേഹത്തെ കൊണ്ടുവന്ന് ബി ജെ പി ദേശീയ നേതൃത്വത്തിലേക്ക് കൊണ്ടുവന്നു. നല്ല ഇന്ന് മലയാളികളായ നമ്മുടെ ഇടതുപക്ഷ നേതാക്കന്മാർ പോലും അംഗീകരിക്കുന്ന ഏറ്റവും വിജയിയായിട്ടുള്ള ഒരു മന്ത്രിയാണ് ശ്രീ ഗഡ്കരി. ഇങ്ങനെയുള്ള ആൾക്കാർ വരുമ്പം അവരുടെ പ്രൊഫഷണലിസവും അവരുടേതായ രീതികളും ആ സംഘടനയിൽ കൊണ്ടുവരും. അത് വലിയ വിജയത്തിലേക്ക് കൊണ്ടുവരും. നമ്മളിവിടെ കേരളത്തിലും അങ്ങനെയാണല്ലോ ബി ജെ പി നേതൃത്വത്തെ പലപ്പോഴും പരീക്ഷിച്ചത്. ശ്രീ വി മുരളീധരനെ ആണെങ്കിലും എ ബി പിയിൽ നിന്ന് ബി ജെ പിയിലേക്ക് വന്നു. അദ്ദേഹത്തിന്റെ സംഘടനാ പാഠവും എങ്ങനെയുണ്ട്, ആ സംഘടനാ പാഠവും ബി ജെ പിക്ക് ഗുണം ചെയ്യുമെന്നുള്ള പ്രതീക്ഷയിലും ആഗ്രഹത്തിലും അദ്ദേഹത്തെ പ്രസിഡന്റാക്കി. അതിന്റെ ഗുണം പാർട്ടിക്ക് കിട്ടി. സംഘടന ബൂത്തുകളും അതുപോലെയുള്ള കമ്മിറ്റികളും ഒക്കെ വളരെ സജീവമാക്കാൻ ശ്രീ വി മുരളീധരന് സാധിച്ചു. മാസ് ലീഡറായിരുന്ന ശ്രീ കുമ്മനം രാജശേഖരനെ പ്രസിഡന്റാക്കി. കാരണം അതൊരു മാറ്റം, അങ്ങനെ ഒരു മാറ്റം കൊണ്ടുവരാൻ പറ്റുമോ? നമ്മുടെ വളരെ സ്വീകാര്യനായ ഒരുവിധ അഴിമതിയോ ഒരു കളങ്കതയോ ഒരു പേരുദോഷമോ കേൾക്കാത്ത ശ്രീ കുമ്മനത്തിനെ, അദ്ദേഹം ബി ജെ പിയുടെ ഒരു അംഗമൊന്നും ആയിരുന്നില്ല പ്രസിഡന്റ് ആകുമ്പം. അത് അദ്ദേഹത്തിനെതിരെ ഒരു ആക്ഷേപമായിട്ട് പോലും പറഞ്ഞു. ബി ജെ പി മെമ്പർഷിപ്പും ഇല്ലാത്ത ശ്രീ കുമ്മനത്തെ ഇതാ പ്രസിഡന്റ് ആക്കിയിരിക്കുന്നു. കുമ്മനത്തെ ആക്കി. അത് ശ്രീ കെ സുരേന്ദ്രനെ ആക്കി. സുരേന്ദ്രൻ ശബരിമലയൊക്കെ പ്രശ്ന സമയത്ത് അത്ര പ്രക്ഷോഭകാരി എന്നുള്ള പേരെടുത്ത് വളരെ ജനങ്ങൾക്ക് ഒരു ആവേശം നൽകിയപ്പം ആ
ആവേശത്തോടൊപ്പം അദ്ദേഹവും സംഘടനാ രംഗത്ത് വർഷങ്ങളായിട്ട് നിൽക്കുന്നയാളാണ്. അങ്ങനെ ഒരാളെ കൊണ്ടുവന്നാൽ ചിലപ്പം ഒരു മുന്നേറ്റം കൊണ്ടുവരാൻ പറ്റുമെന്ന് കരുതി ചെയ്തു. ഈ സമയത്തൊക്കെ നമുക്ക് നേട്ടം ബിജെപിക്ക് ഉണ്ടാക്കിയെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയണം. കാരണം കെ സുരേന്ദ്രൻ ഇപ്പം പ്രസിഡന്റ് ആയപ്പോൾ താമര ചിഹ്നത്തിലൊരു MP കിട്ടി. ശ്രീ കുമ്മനം പ്രസിഡന്റ് എന്നപ്പോഴാണ് ആദ്യമായിട്ട് ബിജെപിക്ക് ഒരു MLA താമര ചിഹ്നത്തിൽ കിട്ടുന്നത്. അതിനു മുമ്പ് ശ്രീ ശ്രീധരൻപിള്ള പ്രസിഡന്റ് ആയപ്പം NDAക്ക് ബിജെപിക്ക് അല്ലെങ്കിലും NDAക്ക് ഒരു MP കിട്ടിയിരുന്നു കേരളത്തിൽ നിന്ന്, മൂവാറ്റുപുഴയിൽ നിന്ന് ശ്രീ PC തോമസ്. അപ്പം ഓരോ കാലഘട്ടത്തിലും ഓരോ നേതാക്കന്മാർ നയിച്ചപ്പോഴും അതിൻ്റെതായ റിസൾട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ രാഷ്ട്രീയ പശ്ചാത്തലത്തിൽ വലിയൊരു റിസൾട്ടിലേക്ക് പോകണമെങ്കിൽ മറ്റു ചില ഘടകങ്ങളിലൂടെ BJPയുടെ ഇപ്പോഴത്തെ രീതിയോട് ഒത്തുപോരണം. അതിനുള്ള ഒരു നേതൃത്വം, ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് സാധിക്കും എന്നൊരു തോന്നലും ഒരു ചിന്തയും ഒക്കെ ശരി. BJPയുടെ നേതൃനിരയ്ക്കുണ്ട്. അതിന്റെ ഒരു ഫലം ഓക്കെ. കൂടിയാണ് ശ്രീ രാജീവ് ചന്ദ്രശേഖർ.